മാധ്യമ സഹോദരങ്ങൾ, ഞങ്ങൾ KSRTCയിലെ പെൻഷനേഴ്സാണ്. KSRTCയിലെ അംഗീകാരമുള്ള ഒരു പെൻഷൻ സംഘടന മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകമായൊരു രാഷ്ട്രീയ ചായ്വോ മറ്റു രീതിയിലുള്ള ഒരു അഫിലിയേഷനോ ഒന്നും ഇല്ലാത്ത സംഘടനയാണ്. സർവീസിലുണ്ടായിരുന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി പ്രവർത്തിച്ചവരാണ്. പെൻഷൻ പറ്റി കഴിയുമ്പോൾ പിന്നെ പെൻഷൻ വാങ്ങി കിട്ടുക എന്നുള്ളതാണ് ഏത് സർക്കാർ ഭരിച്ചാലും നമ്മുടെ ആവശ്യം. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. 43,700 പെൻഷൻകാരാണുള്ളത്. അത് ഞങ്ങൾ നിരന്തരമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അതിന് മുമ്പുള്ള സർക്കാരിൻ്റെ കാലത്തും ഒക്കെ ലേസൺ പ്രവർത്തനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയൊക്കെ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും പ്രതിമാസം കിട്ടേണ്ട പെൻഷൻ അടക്കം കിട്ടുന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. ഈ മറ്റ് ഇതര വിഭാഗം പെൻഷൻകാർക്ക്, സർക്കാരിലെ പെൻഷൻകാർക്ക്, ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാർക്ക് ഒക്കെ കിട്ടുന്ന ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓണത്തിന് നൽകുന്ന ഒരു ഉത്സവ ബത്ത 1000 രൂപ, ഈ കഴിഞ്ഞ തവണ അത് വർദ്ധിപ്പിച്ച് 250 രൂപയുടെ വർദ്ധിപ്പിച്ച് 1250 രൂപയാണ് കൊടുത്തത്. അത് ഞങ്ങൾക്ക് 7 വർഷമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഈ തൊഴിലുറപ്പ് ജോലിക്കാർക്കടക്കം ബാധകമാക്കുന്ന ഒരു ആനുകൂല്യത്തിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള ജോലിക്ക് വന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾക്കടക്കം കൊടുക്കുന്ന ഒരു ഓണത്തിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യം സർവീസിൽ നിന്ന് 30-35 വർഷക്കാലമായി ജോലി ചെയ്തിട്ട് പിരിഞ്ഞു വന്നിട്ടുള്ള 80-90 ഒക്കെ വയസ്സായിട്ടുള്ള ഞങ്ങളുടെ ആ വിഭാഗത്തെ ഒന്നാകെ അവഗണിക്കുന്ന സമീപനമാണ് അക്കാര്യത്തിലുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ വളരെയധികം ആഗ്രഹത്തോടു കൂടി അത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടും അത് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പെൻഷനിലുണ്ടാകുന്ന വർധനവ്. നിരന്തരം പെൻഷനിലുണ്ടാകുന്ന വർധനവ് എല്ലാ വിഭാഗങ്ങൾക്കും, സർക്കാർ പെൻഷൻകാർക്കടക്കം എല്ലാ വിഭാഗം പെൻഷൻകാർക്കും, സർവീസ് പെൻഷൻകാർക്കും കൊടുക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ 15 വർഷമായി, 15 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങുന്ന പെൻഷനാണ് ഞങ്ങൾ ഇന്നും വാങ്ങുന്നത്. 1 രൂപയുടെ വർധനവ് അക്കാര്യത്തിലില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ആ ജീവിതത്തിനാവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങളുടെ വില എത്ര ഇരട്ടി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോഴും വളരെ തുച്ഛമായ. അത് ഏറ്റവും നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ഗ്രേഷ്യ പെൻഷൻകാരെന്ന് പറഞ്ഞൊരു വിഭാഗം. അവരുടെ പ്രതിമാസ പെൻഷൻ എന്ന് പറഞ്ഞാൽ 1350 രൂപയാണ്. 1350 രൂപ. അങ്ങനെ ഒരു പെൻഷൻ വാങ്ങുന്ന വിഭാഗം KSRTCയിലെ ഒരു വിഭാഗം പെൻഷൻകാരല്ലാതെ വേറെ ഈ ഭൂലോകത്തുള്ളപ്പം കാണില്ല. കാരണം അവർക്ക് ക്ഷേമ പെൻഷൻ പോലും കിട്ടുന്നില്ല. ക്ഷേമ പെൻഷൻ 2000 ഇപ്പം 3000 ആക്കിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ പോലും 1350 രൂപ അവർക്ക് കിട്ടുകയാണ്. അവർക്ക് ഒരു ക്ഷേമ ആനുകൂല്യങ്ങളും കിട്ടത്തുമില്ല. കാരണം കിട്ടാത്തതെന്ന് വെച്ചാൽ അവർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞവരാണ്. അവരുടെ റേഷൻ കാർഡ് വെള്ള നിറത്തിലുള്ളതാണ്. ഉയർന്ന സമൂഹത്തിൽപ്പെടുത്തിയാണ് അവരെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും സമൂഹത്തിൽ കിട്ടുന്നത് അവർക്ക് കിട്ടില്ല. അവർ പെൻഷൻകാരായിപ്പോയി. അതാണ് പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ തന്നിട്ടുണ്ട്. ചെറിയ തോതിലെ കാര്യങ്ങൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളോട് ഫേസ് ചെയ്യാൻ കാരണം ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് 46 വർഷമായി. ആ 46ാമത്തെ സംസ്ഥാന സമ്മേളനം റീജിയണൽ തിയേറ്ററിൽ വെച്ച് 23-ാം തീയതി ശനിയാഴ്ച നടക്കുക. 23-ാം തീയതി ശനിയാഴ്ച നടക്കുമ്പോൾ ഞങ്ങളുടെ ഇനി ഭാവിയിലുള്ള പ്രവർത്തനം പുതിയ ഗവൺമെൻറ് കയറിയപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായ തിക്താനുഭവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ഗവൺമെൻറ് മാറി മാറി വരുമ്പോഴൊക്കെ ഞങ്ങൾ ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് തരാനുള്ള ഉത്സവത്തെ അനുവദിക്കുമെന്നും ഞങ്ങൾക്ക് തരാനുള്ള പെൻഷൻ പരിഷ്കരിച്ച് തരുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് സഹായകരമായൊരു നിലപാട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ പ്രതിമാസ പെൻഷൻ അടക്കം ഒരു സംവിധാനത്തിലേക്ക് വന്നത് ഞങ്ങളൊരു സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്.
അങ്ങനെ ഒത്തുതീർപ്പിലേക്ക് എത്താൻ സഹായിച്ചത് മാധ്യമങ്ങളാണ്. ഞങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കാതെ പറയാം. ദൃശ്യ മാധ്യമങ്ങളാണ് ഞങ്ങളുടെ ആ ദുരിതം കേരളത്തിലുള്ള മറ്റിതര വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുകയും സഹകരണ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷക്കാലമായി കിട്ടുന്ന പെൻഷൻ, 1 രൂപയുടെ വർധനവില്ലെങ്കിൽ പോലും കിട്ടുന്ന പെൻഷൻ ഗഡുക്കളാക്കാതെ, തടസ്സം വരാതെ അതാത് മാസം തന്നെ കിട്ടുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി ഞങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനിത് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരും അതിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണുള്ളത്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമൊക്കെയുള്ള ഒരു പക്ഷത്തും ഇല്ലാത്തവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പെൻഷൻ പറ്റി പിരിയുന്നവരുടെ പെൻഷൻ സംഘടന എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം സഹകരണവും സാന്നിധ്യവും ഞങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ ആ സമ്മേളനം കഴിയുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി പ്രസ് മീറ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ്. ഇവിടെ ഞങ്ങളുടെ പ്രസിഡൻറ്റ് മുരളീധരൻ പിള്ള സാറ്, പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, സംസ്ഥാന ട്രഷറർ, സംസ്ഥാന ഞാൻ അതിൻ്റെ താഴെ ഉണ്ട്. ഞാൻ അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് അഷ്റഫ് ജനറൽ സെക്രട്ടറിയാണ്. പി മുരളീധരൻ പിള്ള സാർ മുരളീധരൻ പിള്ള സംസ്ഥാന പ്രസിഡന്റാണ്. ഇവിടെ വിവരിച്ച വിഷയങ്ങളുമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി ജനറൽ സെക്രട്ടറി. അപ്പോൾ അതിലുപരി ഇന്ന് KSRTC അഭിമുഖീകരിക്കുന്ന പ്രശ്നം, KSRTC ബസ്സുകളിൽ സ്ത്രീ സമൂഹത്തിന് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതിന് യാതൊരു വിഷമവും കൂടാതെ നമ്മളത് സഹായിക്കുന്നെങ്കിൽ പോലും KSRTCയിലെ പെൻഷൻകാരും ജീവനക്കാരുടെയും കൂടെ ബാധ്യത, KSRTCയുടെ ഈ പ്രശ്നങ്ങൾ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏത് വിഭാഗത്തിനും സൗജന്യ യാത്ര കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അക്കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ സർക്കാരിൻ്റെ സമീപനം അത് KSRTCക്ക് ദോഷം വരാത്ത രീതിയിൽ പോകുന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷനും ശമ്പളവും നൽകാനുള്ള ബാധ്യത കൂടി സർക്കാർ ഏറ്റെടുത്ത് നടത്തണം അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ 11 വർഷത്തിന് മുൻപ് കിട്ടിയ പെൻഷൻ തുകയാണ് ഇപ്പോഴും KSRTCയിലെ പെൻഷൻകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2021 ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ ചരിത്രത്തിലാദ്യമായി KSRTCയിലെ പെൻഷൻകാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശമ്പള പരിഷ്കരണം ഉത്തരവാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ അതിന് നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ അവസാനം അംഗീകൃത സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ടും സഹകരണ വകുപ്പും KSRTCയും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഏതാനും താമസം വിന ഈ പ്രശ്നങ്ങൾ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കുമെന്ന എഗ്രിമെൻറ്റിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അത് എഴുതി ചേർത്തിട്ട് ഇപ്പോൾ 5 വർഷം കഴിയുന്നു. നാളെ ഇതുവരെ ആയിട്ടും KSRTC പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ടില്ല. 11 വർഷത്തിന് മുൻപുള്ള പെൻഷൻ പരിഷ്കരണമാണ്, പെൻഷൻ തുകയാണ് ഇപ്പോഴും KSRTCയിലെ പെൻഷൻകാർ വാങ്ങുന്നത്. ആ ദുസ്ഥിതി ഈ കാലാകാലങ്ങളിൽ DR എന്ന് പറയുന്ന യാതൊരു 1% പോലും KSRTC പെൻഷൻകാർക്ക് നൽകാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കഴിഞ്ഞ മാസം ജീവനക്കാർക്ക് 7% പെൻഷൻ DA പ്രഖ്യാപിച്ചപ്പോൾ KSRTCയിലെ പെൻഷൻകാർക്ക് അത് 6% ഒരു ഉത്തരവുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞ മാസം 6% തന്നു. അവിടെയും വിവേചനമാണ്. ജീവനക്കാരനെയും പെൻഷൻകാരനെയും 2 തട്ടിലാക്കിക്കൊണ്ട് ആണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മാനേജ്മെൻറ്റ് നിലകൊണ്ടത്. അതിനൊക്കെ വ്യത്യസ്തമായി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ അവരോട് തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കാരണം കാലാകാലങ്ങളിൽ KSRTC ആര് ഭരിക്കുന്നോ അല്ലെങ്കിൽ KSRTC സർക്കാർ ഏതാണോ
ആ സർക്കാരിന് വിധേയത്വമായിട്ട് നിന്നുകൊണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഹനിക്കാത്ത രീതിയിലുള്ള സമരമാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുമാണ് ഞങ്ങൾ പോകുന്നത്. കൂടുതലായിട്ട് പിന്നെ ഞാൻ പറയുന്നില്ല, കാരണം ഈ പ്രസ്താവനയിൽ തന്നിട്ടുള്ളതിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഞങ്ങളെ സഹായിക്കണം. അതിന് മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ പത്രങ്ങളിലും മാധ്യമങ്ങൾ രംഗങ്ങളിലുമൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ശ്രീകുമാറും പി വി അച്യുതൻ അവരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്.